CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാനേജറുമായ തെക്കൻ മേഖലാ ജാഥ അത് കൊല്ലത്ത് പര്യടനത്തിലാണ്. LDF ജാഥ കരുനാഗപ്പള്ളിയിലാണ് പ്രവേശിച്ചത്. ഇന്ന് ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങളാകും ഏറ്റുവാങ്ങുക. രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, എവിടെ എത്തി ജാഥ? എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ? നിലവിൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ പര്യടനം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി വിശ്രമിക്കുകയാണ്. ഇതിനുശേഷം 3 മണിക്ക് ചവറയിൽ, അതായത് കരിമണലിന്റെ നാടായ ചവറയിലാണ് ഇത് വീണ്ടും ആരംഭിക്കുക. പിന്നീട് കുണ്ട്രയിലും തുടർന്ന് കൊല്ലം, ഇരവിപുരം, അത് കൊല്ലം ചരിത്രമുറങ്ങുന്ന കൊല്ലം കന്റോൺമെന്റ് മൈതാനിയിലാണ് അതിന്റെ സ്വീകരണ പരിപാടികൾ ഒരുക്കുന്നത്. ഇക്കാര്യത്തിൽ അജിം ഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നുണക്കോട്ട മുഴുവനും തകർന്നു. ഈ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിവെച്ച UDF-ന് ഇപ്പോൾ ബൂമാറങ്ക് പോലെ ഇതെല്ലാം തിരിച്ചുകൊള്ളുന്നു. OTയും കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ പുതിയ ചിത്രങ്ങൾ പുറത്തു വരുന്ന ഒരു കാലം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിൽ ഇപ്പൊ ഇതിനെക്കുറിച്ച് മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ അത് കൂടുതൽ പ്രഹരമേൽക്കേണ്ടി വരും, കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയപ്പാടിലാണ് ഇപ്പോൾ കോൺഗ്രസും UDF നേതാക്കളും പ്രവർത്തകരും എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും ഇപ്പോ കരുനാഗപ്പള്ളിയിലെ സ്വീകരണ യോഗത്തിലൊക്കെ ബിനോയ് വിശ്വം ഇക്കാര്യമാണ്. തീർച്ചയായും ഞങ്ങളത് തത്സമയം കേൾക്കുകയും ചെയ്തു, കാണുകയും ചെയ്തു. ശരി, രാജ്കുമാറാണ് തെക്കൻ മേഖലാ ജാഥയുടെ വിവരങ്ങൾ നൽകിയത്.